ശ്രുതി പിന്നെ വീട്ടിലേക്ക് പോയിന്. അപ്പൊ എന്താണ് സംഭവം ഇപ്പൊ കാണിച്ചു തരുന്നു. നമ്മൾ തിരിച്ചോ ഇന്നൊരു മൊത്തത്തിലൊരു ക്ഷീണമാണ് എന്താന്ന് അറിഞ്ഞൂടാ. പിന്നെ ചില ദിവസങ്ങൾ അങ്ങനെ ആയിരിക്കുമല്ലോ ഇങ്ങനെ. ഇനി അങ്ങനെയുള്ള ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ. അപ്പൊ ഞാൻ മാത്രമേ ഉണ്ടോ പറയാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അത് ചെറിയ കുറച്ച് ഷോപ്പിങ്ങിന് അറിയാണ്. അല്ലെങ്കിൽ ശ്രുതിയോ ഉണ്ടാവും കൂടെ, അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടാവും കൂടെ. അപ്പോൾ ഇന്നിപ്പോൾ ആരുമില്ല. ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് വന്നേക്കാണ്. ഇന്നിപ്പോൾ കുറച്ച് കാര്യപടികൾ ഉണ്ട്. ഇത് വേണ്ട ബാക്കിൽ സീറ്റൊക്കെ കുറച്ചിട്ട് വേണ്ട ഒരു സാധനം കയറ്റാറുണ്ട്. ഇതിൽ കയറ്റാണ്ട് അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ സാധനം മേടിച്ചിട്ടുണ്ട്. കണ്ടാ ഈ സാധനം കുറച്ച് ദിവസമായി മേടിക്കണം എന്ന് വിചാരിച്ചെടുക്കണം. സംഭവം എന്ന് വെച്ചാൽ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ എന്തായാലും ശ്രുതിക്കൊരു ചെറിയ കുഞ്ഞ് സർപ്രൈസ് ഇത് മേടിക്കുന്നത് പറഞ്ഞിട്ടില്ല. ഇപ്പം മറന്നിരിക്കുന്ന ആള്. അപ്പോൾ എന്താണ് സംഭവം എന്നൊക്കെ നമുക്ക് കാണിച്ചു തരാം. എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കണമായിരിക്കും. പെട്ടെന്ന് ഇത്രയും ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ക്ലിക്ക് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് അടിക്കണോട്ടെ. എന്തായാലും കമൻറ്റ് അടിക്കണം, വിട്ടു പോരുത്. അപ്പോൾ നമുക്ക് എന്താണ് സംഭവം എന്ന് വെച്ചാൽ എൻ്റെ സൗണ്ടൊക്കെ മാറിയിരിക്കേണ്ട. കഴിഞ്ഞ ദിവസം നൈസായിട്ടൊരു 12 ലക്ഷമൊക്കെ വന്ന് പനിയൊന്നും വന്നില്ല. ഇപ്പോഴും അതിൻ്റെയൊക്കെ തന്നെ തലവേദന, ഭയങ്കര തലവേദനയാണ്. എന്താണെന്ന് അറിയാം. കുത്തിവേദനയെന്ന് വെച്ചാൽ കുത്തിവേദന ഒരുക്കത്തെ ഇപ്പം നല്ല ബുദ്ധിമുട്ടാണ്. എൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടില്ലേ. അപ്പം ജലദോഷം എല്ലാം വന്നേക്കാണ്. ഇപ്പോൾ പതുക്കി ഇത്തിരി കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നേരെ നമുക്ക് ബാക്കിൽ കയറ്റാനുള്ള സാധനവും കയറ്റിക്കൊണ്ട് നേരെ വീട്ടിലേക്ക് പോയാലേ നമുക്ക് എന്നിട്ട് ഈ സാധനം അടച്ചിട്ട് നമുക്ക് റിവീൽ ചെയ്തിട്ട് നമുക്ക് പൊള്ളിക്കാം. അപ്പോൾ നേരെ നമുക്ക് പോയാലോ വീട്ടിലേക്ക് പോവാം. ഓക്കെ ഗായ്സ്. അപ്പോൾ നോക്കി ഞാൻ വീട്ടിലെത്തിയപ്പോൾ ആളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതൊക്കെ മനസ്സിലായി എന്താന്ന്. കുറേ ദിവസമായിട്ട് പറഞ്ഞ സാധനം എടുത്തല്ലേ. പിടിച്ചോ. അപ്പോൾ എന്താണ് സംഭവം ഇപ്പോൾ കാണിച്ചു തരുന്നു. നമ്മൾ തിരിച്ചോ കൊറേ ദിവസം വണ്ടിയിൽ വെക്കണം ഇങ്ങനെ പറഞ്ഞു നടക്കണല്ലേ. ശരിക്കും ബോൺ ബോർഡാണ് വെക്കേണ്ടത്. ഇനിയിപ്പോ നമുക്ക് എന്തായാലും രണ്ടും ഒരുമിച്ചാക്കാം. അതെ. അപ്പൊ ഒന്നും നോക്കിയില്ല. അപ്പൊ എനിക്കിവിടെ വയ്യാണ്ടൊക്കെ ഇരിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ ഒച്ചയൊക്കെ മാറിയതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാ ഒരാളോട് ഇരിക്കുന്നുണ്ട്. വലിയ ചെടി ഇരിപ്പുണ്ട്. അവിടെ ഇവിടെ കാവിടറെ കുറച്ച് സാധനം ഉണ്ട്. ഞാൻ നേരത്തെ കുറച്ച് മുമ്പ് സാധനം കാണിക്കാന്നൊക്കെ പറഞ്ഞത് കാവിടറെ ഉണ്ട്. അതൊക്കെ വേറെ സ്ഥലത്ത് എത്തിച്ച്. അപ്പൊ എനിക്ക് ഒറ്റക്കുള്ള എങ്ങനെ അവിടെ എത്തിച്ചാൽ വരുന്നത് ഞാൻ എത്തിച്ച് അല്ലേ. നമ്മള് അതെ ഉത്സവം അടിച്ചുപൊളി ക്ഷീണം. അതെ. അപ്പൊ നമ്മള് ചെറുക്കനോടെ കിടക്കുന്നുണ്ട് കേട്ടോ. വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പുറകിൽ നമ്മള് ഇതിവിടെ ഒട്ടിക്കാന്ന് എഴുതിയാണ്. ഇവിടെ ഒട്ടിക്കണം. നമ്മുടെ കൊണ്ടാട്ട ഫാമിലിയുടെ താഴെ തന്നെ കൊടുക്കണം. അതിൽ കുറച്ച് മിനിക്ക് പണിയൊക്കെ ഉണ്ടെന്നാണ് ശ്രുതി പറയണത് അല്ലേ. ഇത് നമുക്ക് ചിലപ്പോ കുറച്ചിട്ട് മഞ്ഞപ്പിത്തിരി കുറച്ച് കളയും അല്ലേ. അതെ നമുക്കെന്നാ പണി ചെയ്ത് നോക്കിയാലോ. ബാ. അപ്പൊ നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടാ. സ്റ്റിക്കർ ഒട്ടിച്ച് ഞങ്ങളെ മഞ്ഞയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഞങ്ങൾ ഇതിൽ അവിടെ കയറ്റി. അങ്ങനെ സ്റ്റിക്കർ ആക്കുന്നത് ഇത്തിരി ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അതെ. എന്നിട്ട് നമുക്ക് നല്ല കിടില സ്റ്റിക്കർ അടിച്ച് ഒട്ടിക്കാം. ഓക്കെ അല്ലേ. മഴയില്ലാത്തോണ്ട് കുഴപ്പമില്ല. വണ്ടി കഴുകാനും പറ്റില്ല. വണ്ടി ഞാൻ കഴുകാറില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ നമുക്ക് അടുത്തേക്ക് കിടക്കാം അല്ലേ. സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞത് വണ്ടിയൊക്കെ പോയിട്ട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ എന്താ അവിടെ സംഭവിച്ചതെന്നറിയോ. ശ്രുതി പിന്നെ വീട്ടിലേക്ക് പോയിന്. വലിയ ട്രാൻസ്ഫോഴ്സിലെ ബോർഡ് പോലെ നെറ്റിക്ക് നോക്കി. അതൊരു പ്രാവശ്യം വലിച്ച് പോയതാണ് ഇവിടുന്ന്. രണ്ടാമത് തിരിച്ചു വന്നേന്ന്. അപ്പൊ ഇപ്പൊ അമ്മക്ക് ഇന്ന് കളിയുണ്ട് പാലക്കാട്. അപ്പൊ അമ്മ ഇന്ന് പാലക്കാട് കളിക്ക് പോണത്. അപ്പൊ അതേ ശ്രുതി നേരെ ബാക്ക് ടു എങ്ങോട്ടാണ്. ഇതില് ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ അവസ്ഥ പോണേന് വിഷമം. ഇനി പോയിട്ടിന് വരുമോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഒരു പ്രാവശ്യം കൂടി ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അവിടെ തന്നെ
പിന്നെ നമ്മൾ മുൻകരുതൽ മുൻകരുതലെടുത്ത് ഇങ്ങനെ എട്ട് കഴിഞ്ഞ 9 അല്ലേ ആവണത്. കാരണവൻ എന്ത് പറഞ്ഞാ നമ്മളത് കാരണവൻ എന്ത് പറയുന്നു, അതെ കാരണവൻ എന്ത് പറയുന്നു അത് നമുക്ക് കേൾക്കരുത്. അങ്ങനെയാണ് നമ്മളെല്ലാം മാറ്റങ്ങൾ എടുത്തണം. അതെ അതെ എനിക്ക് അവിടെ കഷായം കുടിക്കണം. കഷായം കുടിക്കാൻ മറന്നുപോയി. അങ്ങനെയൊക്കെയാണ് വലിയ പോണത്. ഞങ്ങളെ വലിയ പറഞ്ഞു വിടണമെന്നല്ല, വലിയൊക്കെ ഒരു തോന്നല് വെളുപ്പിന് എനിക്ക് പിന്നെ വെള്ളിയാഴ്ച പറയണെന്ന് വെച്ചാൽ നാളെ ചത്തു പൊക്കോട്ടെ എന്ന് പറയും. പക്ഷെ ഒരു 25 ഗുളികയും കഴിക്കുന്നുണ്ട്. മരുന്നിന് പോണം അവിടെ കാര്യങ്ങള് ജനങ്ങൾ സംബന്ധിച്ചൊന്നും പോല ഈ പിന്നെ തേങ്ങ വീണാൽ കിട്ടൂലല്ല. വെള്ളിയാഴ്ച തേങ്ങ ഹണ്ടിക്കാണ്. അതെല്ലാം അമ്മമാർക്കുള്ള സൂക്കേടാണ്, കുഴപ്പമില്ലത്. അപ്പൊ അതുകൊണ്ട് വെളുപ്പിന് യാത്ര ചെയ്യണം. പറയുന്ന ഒരു 7 മണിക്ക് യാത്ര ആയിരിക്കണേണ്. 10 കഴിഞ്ഞു. ചിലപ്പോൾ ഇവിടുന്ന് പോകുമ്പോ 11 കഴിയും. യാത്രയതിനു ശേഷം ഞാൻ ചോറ് വെച്ച് വലിയ പാത്രത്തിലേക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഇവരുടെ പാടായി പോവാതിരിക്കൊക്കെ ചെയ്തിട്ട് ഞാൻ പോണേ. ഇവിടെ നോക്കിയാ നമ്മുടെ ഇന്ന് കുറെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കാവടിയിൽ വെക്കാനുള്ള അതെ കാവടിയിൽ വെക്കാനുള്ള പൂവ് പിന്നെ കൊണ്ടുപോകാനുള്ള കോസ്റ്റ്യൂം കൺട്രോളിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ വരുമോ റോഡ് ഇനിയിപ്പോ ഒരാൾ അവിടെ പോകാനുള്ള കൊടുക്കുന്നുണ്ട്. അപ്പൊ നോക്കിയ കടക്കരയിൽ നിന്ന് ലാൻഡ് ചെയ്ത് നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ? എവിടെ എത്തി? മോറന്ത പിളിങ്ങിരിക്കണത് എന്നൊരു വാട്ടോട്ട് ഇരിക്കണല്ലേ. ഇന്നൊരു മൊത്തത്തിലൊരു ക്ഷീണമാണ്, എന്താന്ന് അറിഞ്ഞൂടാ. പിന്നെ ചില ദിവസങ്ങൾ അങ്ങനെ ആയിരിക്കുമല്ലോ ഇങ്ങനെ. ഇനി അങ്ങനെയുള്ള അങ്ങനെയാണല്ലോ വരേണ്ടത്. അതെ ഇന്നലെ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴായിരുന്നു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ രാവിലെ തുടങ്ങി എഴുന്നേറ്റപ്പോ മുതലേ ഒരു ക്ഷീണമൊക്കെയായിരുന്നു. അതെ അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ എനിക്ക് ക്ഷീണം വരുന്നു. ഇപ്പൊ ഞാൻ കുറച്ചേരം കിടന്ന് ഉറങ്ങിയിരുന്നു. തലവേദന കഴിഞ്ഞ വീഡിയോ ദീപനെ പറഞ്ഞിരിക്കുന്നത് ഭയങ്കര ക്ഷീണം വെച്ചാൽ തലവേദന തല പൊളിഞ്ഞിട്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, വെയിലത്ത് വരാനൊക്കെ പോയാണ്. കക്കൊക്കെ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ മൂന്നാമത്തെ ദിവസമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തലയൊക്കെ പൊളിഞ്ഞ് ആകെ ഭയങ്കര വെയിലാണല്ലോ. പാടത്തൊക്കെ പോയി കണ്ടത്തിലൊക്കെ ഇറങ്ങി വന്നപ്പോഴേക്കും അപേക്ഷതയായിരുന്നു. അങ്ങനെയൊക്കെ കാര്യങ്ങള്. ഇപ്പൊ ഇവിടെ വന്ന അച്ഛനൊക്കെ വന്ന് പോയിട്ടാ. ഞങ്ങൾ ചോറൊക്കെ തിന്ന് അമ്മ അമ്മയുടെ പണിയിലാണ്. അപ്പൊ അമ്മേ ഇനി അവിടെ അമ്മ റെഡി ആയിക്കോട്ടിരിക്കണുണ്ട്. രാവിലെ പറഞ്ഞല്ല പട്ടാമ്പിയിൽ കളിക്ക്. അപ്പൊ ഞാനവിടെ പോയി നോക്കിയാണ്. എനിക്ക് സ്ഥലം ഉണ്ടെങ്കിൽ കയറി പോകും, അല്ലെങ്കിൽ ഞാൻ പോകൂല. ഇല്ലെങ്കിൽ തിരിച്ചു പോരും. ഇന്ന് കുറച്ച് ആൾക്കാർ അധികം ഉണ്ട് പോവാനായിട്ട് എല്ലാവരും. അപ്പൊ നമ്മള് ഓൾറെഡി ബുക്ക് ചെയ്യണ വണ്ടികളാണല്ലോ. അപ്പൊ സീറ്റ് എങ്ങനെയാണെന്നൊക്കെ നോക്കിട്ട് പിന്നെ തിങ്ങിയൊന്നും അവിടെ വരെ പോകാൻ പറ്റൂലല്ലോ. അതെ അടുത്തൊന്നുമല്ലല്ലോ. പിന്നെ കുറച്ചധികം സാധനങ്ങളും ഉണ്ട് അതും ഇതൊക്കെ ചെയ്യാനും. കാവടി അങ്ങനെയൊക്കെ പുതിയത് കൊണ്ടുണ്ട്. അപ്പൊ ഒറ്റവാക്കി തീർക്കാണ്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് അമ്മ അവിടെ തിരക്കിലാണ് ഇപ്പൊ. പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ കണ്ണിന്റെ നേരെ അവിടെ പോയാൽ ഇത് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ അവിടെ പോയിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചിലപ്പോൾ തിരിച്ചു വരും, ചിലപ്പോൾ പോകും. അങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തണതിന് മുന്നേ ഞാൻ അവിടെ ചെന്നിട്ട് എന്തൊക്കെ സംഭവം ഞാൻ കാണിച്ചു തരട്ടെ. എന്താണ് പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും എന്തായാലും. അതെ 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 കണ്ടിട്ടില്ലല്ലോ. അതെ നിങ്ങള് കുറച്ച് ശരി കണ്ടിട്ട് ഇവിടെ ഒച്ചപ്പാടും ബഹളമൊക്കെയാണ്. അങ്ങനെയൊക്കെ കാര്യങ്ങള്. അപ്പോൾ എനിക്ക് കൂടുതൽ ക്ഷീണം കൂടുള്ളൂ. അപ്പൊ ഇന്നത്തെ കൊച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇന്നിപ്പോ ശ്രുതി ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ ചിലവർക്ക് കുറെ സന്തോഷമൊക്കെ ആയിട്ടുണ്ടേ. അകത്തടക്കുന്നുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോ ചിലർക്ക് സന്തോഷമായിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കേണ്ട. അച്ഛനുണ്ട്, അച്ഛൻ പോയി. അച്ഛൻ ഇവിടെ അടുത്ത് തന്നെ പണി. അപ്പോൾ ഇന്നത്തെ കൊച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ബാക്കി നിർത്തണില്ല, പറയണില്ല. അപ്പൊ നമുക്ക് ബാക്കി ഇതിലേക്ക് കടക്കാം. ഓക്കെ.